അയൽക്കാരനെ ഉപദ്രവിക്കാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ പാമ്പിനെ വളർത്തരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഈ പഴഞ്ചൊല്ല് യാഥാർത്ഥ്യമാകുന്ന വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഇറാനിൽ നടക്കുന്ന പ്രശ്നങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാകിസ്ഥാൻ ഗവൺമെൻറ് തങ്ങൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു തുറന്ന യുദ്ധത്തിൻ്റെ ഒരു ഓപ്പൺ വാർ സിറ്റുവേഷനിലാണ് എന്ന് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു തന്നെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ഇൻവേഷൻ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാൻ തന്നെ രൂപം കൊടുക്കുകയും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത് വളർത്തിയെടുത്ത സംഘടനയാണ് താലിബാൻ എന്ന് നമുക്ക് കാണാം. 1996 താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവർക്ക് ആദ്യം റെക്കഗ്നിഷൻ നൽകിയ രാജ്യം പാകിസ്ഥാനായിരുന്നു. 2021 താലിബാൻ വീണ്ടും അധികാരം പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പാകിസ്ഥാൻ കൊടുക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ പാകിസ്ഥാൻ വളർത്തിയെടുത്ത താലിബാനാണ് ഇന്ന് പാകിസ്ഥാന് തന്നെ തലവേദനയായി മാറിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് സൗഹൃദത്തിൽ നിന്നും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ഇപ്പോൾ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ആ കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇറാനോ അമേരിക്കയോ ഇസ്രായേലോ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഏത് രാജ്യവുമായിക്കൊള്ളട്ടെ, യുദ്ധ സാഹചര്യമായിക്കൊള്ളട്ടെ, സമാധാന സാഹചര്യമായിക്കൊള്ളട്ടെ, സാങ്കേതിക വിദ്യയിൽ മുന്നേറ്റമുള്ള രാജ്യങ്ങൾക്കാണ് എപ്പോഴും വിജയവും അധികാരവും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി രാജ്യങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ബിസിനസ്സുകളായിക്കൊള്ളട്ടെ, വ്യക്തികളായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും കാര്യത്തിൽ ഇത് ശരിയാണെന്ന് നമുക്ക് കാണാം. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി എന്ന് പറയുന്നത് AI ആണ്. നിങ്ങൾക്കും ഈ AI ടെക്നോളജിയുടെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ സമയം ഒട്ടും വൈകിയിട്ടില്ല. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 7 വരെ നടക്കുന്ന 2 ഡേ ലൈവ് AI ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും ഈ ടെക്നോളജിയുടെ ഭാഗമാകാം. സാധാരണ 10,000 രൂപയൊക്കെ ഫീസ് വരുന്ന ഈ ഒരു ട്രെയിനിങ് ഔട്ട്സ്കിൽ എന്ന പ്ലാറ്റ്ഫോം തികച്ചും സൗജന്യമായിട്ടാണ് നമുക്ക് നൽകുന്നത്. 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് 10-ലധികം AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു AI ടൂൾ കിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനെ എങ്ങനെ മാസ്റ്റർ ചെയ്യാം, റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെ കോഡിൻ്റെ സഹായമില്ലാതെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രസൻറ്റേഷനുകളും ഇമേജുകളും വീഡിയോകളും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, AI ഏജൻറ്റുകളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം മുതലായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 10 മില്യണിലധികം ആളുകൾ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി കഴിഞ്ഞു. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളായിക്കൊള്ളട്ടെ, ഈ ഒരു ഫ്രീ AI ട്രെയിനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. സോ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയിൽ വലിയ സൗഹൃദമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിലുള്ള അതിർത്തിയാണ്. അപ്പോൾ ഈ അതിർത്തിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1893 ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ഹെൻറി മോർട്ടിമർ ഡ്യൂറൻ്റാണ് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെയും, ഇന്നത്തെ പാകിസ്ഥാനും ഇന്ത്യയും അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് കാണാം, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു ബഫർ സൃഷ്ടിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടി ഈ അതിർത്തി വരയ്ക്കുന്നത്. അപ്പോൾ ഇന്നും ഡ്യൂറൻ്റ് ലൈൻ എന്ന ഈ ലൈനാണ് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയിലുള്ള അതിർത്തി എന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ അതിർത്തി വരയ്ക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവുകയാണ്. ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ ഒരു മജോറിറ്റി കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഇന്നത്തെ പാകിസ്ഥാനിലെ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ട്രൈബൽ അല്ലെങ്കിൽ ഒരു എത്നിക് കമ്മ്യൂണിറ്റിയാണ് പഷ്തൂൺ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഷ്തൂൺ കമ്മ്യൂണിറ്റി ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലത്തെ വിഭജിച്ചുകൊണ്ടാണ് ഡ്യൂറൻ്റ് അന്ന് ആ ഒരു അതിർത്തി വരച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഈ അതിർത്തി വന്നതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അഫ്ഗാനിസ്ഥാനിലെ ഒരു മജോറിറ്റി കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാനിലെ മാറി മാറി വരുന്ന ഒരു റെജീമും ഈ അതിർത്തി അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെ രാജഭരണം ഉണ്ടായിരുന്നു, പിന്നീട് കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നു, ഒരു സെക്യുലർ ഭരണം വരുന്നു, പിന്നീട് താലിബാൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക് ഗവൺമെൻറ് വരുന്നു. ഈ ഒരൊറ്റ ഗവൺമെൻറ്റും ഈ ഒരു അതിർത്തി അംഗീകരിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1947 പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യം രൂപം കൊണ്ട് അവർ UN അംഗമാകുമ്പോൾ അതിനെതിരെ വോട്ട് ചെയ്ത ഒരേ ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ കാലാകാലങ്ങളായി ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് ഇപ്പോഴത്തെ യുദ്ധത്തിനൊരു കാരണമായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഇത്ര അധികം സൗഹൃദത്തിൽ നിന്ന പാകിസ്ഥാൻ ഗവൺമെൻറ്റും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കാനും മാത്രം ഈ അതിർത്തി തർക്കം കാരണമാകുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡ്യൂറൻ്റ് ലൈൻ അല്ലെങ്കിൽ ഈ ഒരു അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാന് മാത്രമല്ല പാകിസ്ഥാനിലെ താലിബാനും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാനും പാകിസ്ഥാനിലെ താലിബാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അഫ്ഗാനിസ്ഥാനിലെ താലിബാനെയാണ് നമ്മൾ പൊതുവെ താലിബാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാനിലെ താലിബാനാണ് തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ TTP എന്നറിയപ്പെടുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിലെ മൈനോറിറ്റി ആയിട്ടുള്ള പഷ്തൂൺ കമ്മ്യൂണിറ്റി താമസിക്കുന്ന ആ ഒരു മേഖലയിലാണ് ഈ TTP ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഈ രണ്ട് താലിബാൻ്റെയും ഇടയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ഇവർ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ടെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും ഐഡിയോളജി സെയിം ആണ്. ശരിയാ ലോ നിലവിൽ വരണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇവർ എന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ താലിബാൻ അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ താലിബാൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു സപ്പോർട്ട് ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ ഈ പാകിസ്ഥാൻ താലിബാനിലെ അല്ലെങ്കിൽ TTPയിലെ ഒരുപാട് ആളുകളും അഫ്ഗാനിസ്ഥാൻ താലിബാനോടൊപ്പം അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്തവരാണ് എന്ന് നമുക്ക് കാണാം. മാത്രമല്ല, ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാന് അമേരിക്കയുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കൃത്യമായി അഭയം കൊടുത്തിരുന്നത് ഈ പാകിസ്ഥാൻ താലിബാൻ്റെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ പഷ്തൂൺ റീജിയൻസിലാണ് എന്ന് കാണാം. അപ്പോൾ ഈ രണ്ട് താലിബാൻ്റെ ഇടയിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ TTP ഉയർന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിലെ പഷ്തൂൺ റീജിയൻസിലാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ പഷ്തൂൺസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഒരു പഷ്തൂൺ ഹോംലാൻഡ് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്കൊരു ഓട്ടോണമി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെയും പാകിസ്ഥാൻ മിലിറ്ററിക്കെതിരെയും ഈ പാകിസ്ഥാൻ താലിബാൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലധികമായിട്ട് പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെ ഈ TTPയുടെ ഭാഗത്തു നിന്നും അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ അവരതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടികളും കൊടുക്കുന്നുണ്ട്. എന്നാൽ 2021 അഫ്ഗാനിസ്ഥാൻ്റെ അധികാരം താലിബാൻ പിടിച്ചെടുത്തതോടുകൂടി അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭാഗത്തു നിന്നും ഈ പാകിസ്ഥാൻ താലിബാന് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുകയാണ്. പണ്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും അഫ്ഗാനിസ്ഥാനിലെ താലിബാന് തിരിച്ചടി ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ താലിബാൻ അവർക്ക് അഭയം കൊടുത്തതുപോലെ തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ ആർമിയുടെ ഭാഗത്തു നിന്നും TTPക്ക് തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവർക്ക് അഫ്ഗാനിസ്ഥാൻ താലിബാൻ കൃത്യമായിട്ടുള്ള അഭയം കൊടുക്കുകയാണ് എന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാൻ താലിബാന് കൃത്യമായിട്ടുള്ള മറ്റ് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ഒരു വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ TTPക്ക് എല്ലാ വിധത്തിലുമുള്ള സഹായം അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ താലിബാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ അഫ്ഗാനിസ്ഥാൻ താലിബാൻ തയ്യാറാവുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അമേരിക്കയുടെയൊക്കെ ഇൻവേഷൻ നടന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഒരുപാട് സഹായം അഫ്ഗാനിസ്ഥാൻ താലിബാന് വേണമായിരുന്നു. ആ കാലത്തൊക്കെ പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ താലിബാൻ കേൾക്കുമായിരുന്നു. എന്നാൽ അമേരിക്ക പിൻവലിഞ്ഞതോടുകൂടി എല്ലാ തരത്തിലുമുള്ള അധികാരം അവരുടെ കയ്യിലേക്ക് വന്നതോടുകൂടി പാകിസ്ഥാൻ്റെ ഒരു സഹായവും അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഒരാവശ്യങ്ങളും അവർ ചെവിക്കൊള്ളുന്നുമില്ല. സോ പാകിസ്ഥാന് തലവേദനയായിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ താലിബാന് അഫ്ഗാനിസ്ഥാൻ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നതുകൊണ്ട്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഈ TTP പാകിസ്ഥാനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ ഇത് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെയും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിൻ്റെയും ഇടയിലുള്ള ഒരു വലിയ പ്രശ്നമായി മാറുകയും അത് ഇപ്പോഴത്തെ യുദ്ധത്തിനൊരു കാരണമായി മാറുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലൊരു വലിയ വിരോധാഭാസം നമുക്ക് കാണാൻ സാധിക്കും. കാരണം പാകിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ വളർത്തിയെടുക്കുകയും അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തത്. ഇപ്പോൾ അതേ താലിബാനാണ് പാകിസ്ഥാൻ താലിബാൻ എല്ലാ വിധത്തിലുമുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ആ പാകിസ്ഥാൻ താലിബാൻ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനും പാകിസ്ഥാൻ ആർമിക്കുമെതിരെ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയൽക്കാരനെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിൽ പാമ്പിനെ പാല് കൊടുത്ത് വളർത്തരുത് എന്ന പഴഞ്ചൊല്ല് ഇപ്പോൾ പാകിസ്ഥാനിൽ ആപ്ലിക്കബിൾ ആയത് എന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാൽ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളുടെ കാരണങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും കൂടി കടന്നു വരുന്നുണ്ട്. അതാണ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഇടപെടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ഇടപെടൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തമ്മിൽ കാലാകാലങ്ങളായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2021 താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അധികാരം പിടിച്ചെടുത്ത സമയത്ത് അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള കാബൂളിലെ ഇന്ത്യൻ എംബസി നമ്മൾ അടയ്ക്കുകയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഈ ബന്ധത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഒരു ടെക്നിക്കൽ ടീം കാബൂളിലേക്ക് പോവുകയും ഇന്ത്യൻ മിഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. 2025 ഒക്ടോബറിൽ കാബൂളിലെ ഇന്ത്യൻ എംബസി റീഓപ്പൺ ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, തൊട്ടടുത്ത മാസങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ്റെ കോൺസുലേറ്റുകൾ മുംബൈയിലും ഹൈദരാബാദിലും ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ഇതോടൊപ്പം തന്നെ ഗവൺമെൻറ് തലത്തിലും ബന്ധം ശക്തിപ്പെടുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയും ദുബായിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നു. എന്ന് മാത്രമല്ല, 2025 ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുകയും ന്യൂഡൽഹിയിൽ വെച്ചിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളുമെല്ലാം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ്.
അപ്പോൾ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈ രീതിയിൽ നയതന്ത്രപരമായി അടുക്കുന്നത് പാകിസ്ഥാനെ ചൊടിപ്പിക്കുകയാണ്. പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഒരു പ്രോക്സിയായി മാറിയിരിക്കുകയാണ് എന്നാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുന്ന അതേ സമയത്ത് തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് വഴി പാകിസ്ഥാനെ ഉപദ്രവിക്കുന്നതിനുമായിട്ടുള്ളൊരു പ്രോക്സിയാക്കി ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിക്കുകയാണെന്നുള്ളൊരു വലിയ ആരോപണമാണ് പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സോ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഒരു വലിയ ശത്രുരാജ്യമാണ്. ആ ശത്രുരാജ്യവുമായിട്ട് അഫ്ഗാനിസ്ഥാൻ അടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ശത്രുത അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപിക്കുന്നു. അത് ഇപ്പോഴത്തെ ഒരു യുദ്ധത്തിന് കാരണമാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഇവിടെ ചൈനയുടെ ഇടപെടൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലെ പല പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളും പാകിസ്ഥാൻ റീജിയനിലാണ് നടക്കുന്നത് എന്ന് കാണാം. അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പഷ്തൂൺ മൈനോറിറ്റി റീജിയനിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രൊജക്റ്റുകളും നടക്കുന്നുണ്ട്. അപ്പോൾ TTPയുടെ ഭാഗത്ത് നിന്നും പാകിസ്ഥാനിലെ എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കെതിരെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾക്കെതിരെയും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചൈനയുടെ പ്രൊജക്റ്റുകൾക്കെതിരെയും ചൈനയുടെ വർക്കേഴ്സിനെതിരെയും അവരുടെ എഞ്ചിനീയർമാർക്കെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ TTPയുടെ ഭാഗത്ത് നടക്കുന്നത് കാണാം. അപ്പോൾ ഇത് ചൈനയെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഏത് വിധേനയും ഈ പാകിസ്ഥാൻ താലിബാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാനെ തന്നെ ഉന്മൂലനം ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ് ചൈന മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ചൈനയെ പിണക്കാൻ സാധിക്കുകയില്ല. കാരണം ഇന്ത്യയോടൊക്കെ എതിരിട്ട് നിൽക്കാനും മറ്റ് പല ആവശ്യങ്ങൾക്കും അവർക്ക് ചൈന കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ ചൈനയുടെ ഇത്തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ഈ TTPക്കെതിരെയും അവരെ സപ്പോർട്ട് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെൻറ്റിനെതിരെയും ഇത്രയും വലിയൊരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് എന്ന് മറ്റൊരഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിക്കുകയാണെങ്കിൽ നിലവിലത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കോൺഫ്ലിക്റ്റിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 2021 താലിബാൻ അഫ്ഗാനിസ്ഥാൻ്റെ അധികാരം പിടിച്ചെടുത്തപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ താലിബാൻ പാകിസ്ഥാൻ്റെ വലിയൊരു സുഹൃത്തായിരിക്കുമെന്നും അവരുടെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വലിയൊരു അസറ്റായിരിക്കുമെന്നും ആ രീതിയിൽ ആ ഒരു മേഖലയിലെ വലിയൊരു ശക്തിയായി മാറാൻ കഴിയുമെന്നൊക്കെയാണ് പാകിസ്ഥാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതേ താലിബാൻ ഇന്ന് പാകിസ്ഥാൻ്റെ വലിയൊരു ശത്രുവായി മാറിയിരിക്കുകയും അത് പാകിസ്ഥാൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകൾക്കും ഒപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള 2 ഡേ ലൈവ് AI ട്രെയിനിങ്ങിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.